ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അഞ്ജു. അപ്പോൾ ഇന്നത്തെ ഉച്ച നേരത്തുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതേ ഫുഡെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് വാഴക്കൊമ്പ് തോരനാണ് കേട്ടോ. അപ്പോൾ വാഴക്കൊമ്പ് എന്ന് പറയും, നിങ്ങളുടെയൊക്കെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യണം. കപ്പ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മീനിരിപ്പുണ്ട്. അപ്പോൾ മീൻ റെഡിയാക്കാനായിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഫ്രൈക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ചൂടല്ലേ, ഭയങ്കര ചൂട് സമയത്ത് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കേട്ടോ ജ്യൂസ് റെഡിയാക്കുന്നുണ്ട്. ഞാനല്ല കേട്ടോ, ചേച്ചിയാണ് റെഡിയാക്കുന്നത്. പൊന്നൂട്ടൻ ഈ സമയം നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് ഫ്രീ ആയി. ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ ജ്യൂസ് കുടിക്കുകയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ വയ്യ. അടിപൊളി ജ്യൂസാണ് കേട്ടോ. ഞാനത് റെസിപ്പി എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും. അങ്ങനത്തെ ഈ ചൂട് സമയത്ത് ജ്യൂസൊക്കെ കുടിച്ചിരിക്കുമ്പോൾ അമ്മ പുളിഞ്ചിക്ക ഉണ്ടല്ലോ, പുളിഞ്ചിക്ക എന്നാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയാറ്. അപ്പോൾ അത് അരിഞ്ഞ് വെയിലത്ത് വെക്കാനായിട്ടൊക്കെ പോകുന്നുണ്ട് അച്ചാറിന്. അപ്പോൾ ഇവിടെ കുക്കിംഗ് നടക്കുന്നുണ്ട്, ഞാനും ചേച്ചിയും കൂടെ ആയിട്ട്. അപ്പോൾ പുളിഞ്ചിക്ക അതിനിടയ്ക്ക് ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ വെയിലത്ത് വെക്കാനായിട്ട്. അപ്പോൾ ഒത്തിരി പുളിഞ്ചിക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചാറിന് ഇത് ഇങ്ങനെ വെയിലത്തിട്ട് നല്ല ഉണക്കി സൂക്ഷിച്ചാൽ നമുക്ക് എപ്പോഴും വേണോ എടുത്തിട്ട് അച്ചാറൊക്കെ ഇടാമല്ലോ. അങ്ങനെ ഇത് ഫ്രൈ ചെയ്യാനുള്ള മീനെല്ലാം ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്തിനുള്ളിൽ പൊന്നൂട്ടൻ എഴുന്നേറ്റ് വന്നു കേട്ടോ. അപ്പോൾ പൊന്നൂട്ടൻ ആരെയാ ഇങ്ങനെ ഞെട്ടി നോക്കുന്നതെന്ന് വെച്ചാൽ അത് വേറെ ആരുമല്ല. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം. അത് ഇവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ പൂച്ചക്കുട്ടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പൊന്നൂട്ടൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് മാറത്തില്ല. അപ്പോൾ അവരെ ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ അതിനിങ്ങനെ കാര്യമൊക്കെ പറയും. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ നോക്കിയിരുന്ന് കളിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനും പൊന്നൂട്ടനും കൂടി കുക്കിങ്ങിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മീനൊക്കെ പൊന്നൂട്ടനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തുറന്ന് കാണിച്ചു കൊടുത്തു. പൊന്നൂട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നത് കാണാനൊക്കെ. കയ്യിലിരുന്നിട്ട് ഓരോന്ന് ചെയ്യുന്നതും ഒക്കെ ശ്രദ്ധിച്ച് നോക്കിയിരിക്കും. അപ്പോൾ ആ ഒരു ടൈം താഴെ വിട്ടാൽ പിന്നെ കയ്യിൽ കിട്ടത്തില്ല ആളെ. അതുകൊണ്ട് കൂടെ കയ്യിൽ വെച്ചിട്ടാണ് കേട്ടോ മീനിനൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. മീൻ നല്ല തിളയ്ക്കുന്നുണ്ട്, അതുപോലെ ഫ്രൈ റെഡി ആവുന്നുണ്ട്. അങ്ങനെ ഉച്ചനേരത്തെ വിശേഷങ്ങൾ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പൊന്നൂട്ടന് ഫുഡ് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചോറാണ് കേട്ടോ പൊന്നൂട്ടന് ഇപ്പോൾ ഉച്ചയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലെന്തൊക്കെ ആഡ് ചെയ്യുന്നതെല്ലാം ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. പൊന്നൂട്ടന് എന്തൊക്കെ ഫുഡ് ഏതൊക്കെ ടൈമിലാണ് കൊടുക്കുന്നതെന്ന്. അധിക സമയം ഇങ്ങനെ കയ്യിലിരുന്ന് കഴിക്കാറില്ല കേട്ടോ. ഇപ്പോൾ താഴെ ഇറങ്ങുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഓടി നടന്നൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പൂച്ചയുള്ളത് കൊണ്ട് പൂച്ചയെ കാണിച്ചിട്ടൊക്കെയാണ് ഫുഡ് കൊടുക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സമയത്ത് കഴിക്കുന്നുണ്ട്. ചോറ് പിന്നെ പൊന്നൂട്ടന് ഇഷ്ടമാണ് കേട്ടോ. ചോറ് കഴിക്കാനായിട്ടും ഇഷ്ടമാണ്. അതുകൊണ്ടാട്ടോ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുമ്പോഴാണ് അങ്ങനെ കൈയൊക്കെ കിട്ടുന്നത്. ഡെയിലി വീഡിയോസ് ഇടണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷേ പൊന്നൂട്ടിനെയും കൊണ്ട് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് എനിക്കൊരു അതിനായിട്ടൊരു സമയം കണ്ടെത്താനും കഴിയാത്തതുകൊണ്ട് ആണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ ഇടുന്നത്. തുടർച്ചയായിട്ട് ഇനിയും വീഡിയോ ഇടണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പൊന്നൂട്ടന് ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കാനിരിക്കാറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉച്ചനേരത്തെ വിശേഷം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ ബൈ.